ഹായ് ഡിയർ കേറ്ററ്റ് ആസ്പിരൻസ്, ഏവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അടുത്ത കേറ്ററ്റ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ലാസ്റ്റോട് കൂടിയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കേറ്ററ്റ് എക്സാമിനായിട്ടുള്ള നല്ല ഒരുക്കങ്ങൾ തുടങ്ങേണ്ട ഏറ്റവും നല്ല ടൈം ഇത് തന്നെയാണ്. 4 മാസങ്ങളാണ് നമുക്ക് മുന്നിലായിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേറ്ററ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസംബർ 2024 കേറ്ററ്റ് എക്സാമിനായിട്ടുള്ള കോച്ചിങ്ങുകൾ ടോസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ടോസ് അക്കാഡമിയെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനും കോച്ചിങ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് കേറ്ററ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന്റെ എക്സാം പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അടുത്ത പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് SCRT ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് നമ്മുടെ കേറ്ററ്റ് എക്സാമിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം, ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായി പോകുന്നത്. ഫസ്റ്റ്ലി നമുക്ക് ലേറ്റസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ മോഡൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗ്രാജുവലി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ടൈപ്സ് പറയുമ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതിനേക്കാൾ കൂടുതലായി അഡീഷണൽ ആയി ഈ ഒരു തവണ ഉണ്ടായിരുന്നത് 3 പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 3 പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സാധാരണ കേറ്ററ്റ് എക്സാമിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചോദിക്കുന്ന എക്സാംസിലൊക്കെ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റീസെന്റ് എക്സാംസിലൊന്നും പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ എക്സാമിൽ 3ഓളം പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കേറ്ററ്റ് എക്സാമിൽ ചോദിച്ചിരുന്നു. അടുത്തതാണ് 15ലധികം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ സബ്ജക്ട് പാർട്ടിലും അതുപോലെ പെഡഗോജി പാർട്ടിലും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതും എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിൽ കണ്ടത്. 15ഓളം ക്വസ്റ്റ്യൻസ് തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്തൊരു ടൈപ്പാണ് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് ചൂസ് ദ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിന്റെ ബേസിൽ അതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറെ എക്സാമ്പിൾസ് തന്നിട്ട് അത് കറക്റ്റ് ആണോ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു തവണ കണ്ട ലേറ്റസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നും 1 by 1 വിത്ത് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. 3ഓളം ക്വസ്റ്റ്യൻസ് പിക്ചർ ബേസ്ഡ് ആയിട്ട് വന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. അതിലേത് ദ ഫോളോയിങ് പിക്ചർ റെപ്രസെന്റ് ദ ടൈപ്പ് ഓഫ് എംബ്രിയോസാക്. എംബ്രിയോസാക് ടൈപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എംബ്രിയോസാക്സ് ഇൻ ആൻജിയോസ്പേംസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. പുതിയതായിട്ട് കടന്നു വന്ന ഒരു ഏരിയ ആണ്. ദെൻ ഇതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് 3 ടൈപ്പാണ് എംബ്രിയോസാക്: മോണോസ്പോറിക്, ബൈസ്പോറിക് ആൻഡ് ടെട്രാസ്പോറിക്. അങ്ങനെ 3 ടൈപ്പ് എംബ്രിയോസാക്കുകളാണ്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്സ് ഓഫ് ആൻജിയോസ്പേംസിനെ നമ്മൾ 3 ആയിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതിനെ എഗെയിൻ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷന്റെ ബേസ് എന്ന് പറയുന്നത് മെഗാസ്പോർ ഫോർമേഷന്റെയും അതുപോലെ മെഗാസ്പോർ ഫോർമേഷന്റെയും എക്സെൽ ഡിഫറൻസിയേഷന്റെ ഒക്കെ ഇടയിലായിട്ട് എത്ര ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു, അതുപോലെ തന്നെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട് എന്നതിന്റെയൊക്കെ ബേസിലാണ് അടുത്ത ഒരു ഡിവിഷൻ വരുന്നത്. അങ്ങനെ വരുന്ന ഡിവിഷനിൽ വരുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ തന്നിരിക്കുന്നത്: അലിയൻ ടൈപ്പ്, അഡോക്സ ടൈപ്പ്, ഡ്രൂസോ ടൈപ്പ്, ഫ്രിറ്റിലേറിയ ടൈപ്പ്. അപ്പോൾ നമുക്കൊരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചറിൽ പല എക്സാമ്പിൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തത് ഫ്രിറ്റിലേറിയ ടൈപ്പ് എന്നാണ് ആൻസർ വന്നിരുന്നത്. കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഫ്രിറ്റിലേറിയ ടൈപ്പ്. യെസ്, ഓപ്ഷൻ ഡി, ഫ്രിറ്റിലേറിയ ടൈപ്പ്. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വന്നിരുന്നത്. സോ ഇത്തരത്തിൽ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് പിക്ചർ ബേസ്ഡ് ആയിട്ട് നമ്മൾ കേറ്ററ്റ് എക്സാമിൽ പ്രതീക്ഷിക്കണം. ബയോളജി പണ്ട് തൊട്ടേ നമ്മൾ പിക്ചർ ബേസ്ഡ് ആയിട്ടാണ് പഠിച്ചു വരുന്നത്. ഈ ഒരു എക്സാമിൽ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. സോ ഇനിയുള്ള എക്സാംസിന് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, 1-2 മാർക്കാണെങ്കിൽ 1-2 മാർക്കിലാവാം ചിലപ്പോൾ നമ്മുടെ കേട്ടിട്ട് പോകുന്നത്. സോ നമുക്ക് പഠിക്കുന്നതിനോടൊപ്പം ചില ഏരിയാസിലെ പിക്ചേഴ്സിനും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടിട്ട് നേടിയെടുക്കാൻ കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രാവശ്യം ചോദിച്ച ഒരു ഏരിയ ആണ് ഫോട്ടോ പീരിയോഡിക് റെസ്പോൺസസ് ബേസ്ഡ് ആയിട്ട് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ തവണ. മറ്റൊരു ഏരിയ ആണ് ഹ്യൂമൻ ഫിസിയോളജി. ഡിഫറെന്റ് ബോഡി സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആ കൂടെ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ പിക്ചേഴ്സും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോവുക. ദെൻ സെൽ സൈക്കിൾ, മൈറ്റോസിസ്, മിയോസിസ്, അതിന്റെ ഓരോ ഫേസുകളും
ആ ഒരു പിക്ചർ നമുക്ക് എന്തൊക്കെയാണ് ഓരോ സ്റ്റേജിലും സംഭവിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആ ഓരോ സ്റ്റേജിന്റെ പിക്ചേഴ്സും കൂടെ ഒന്ന് പഠിച്ചു പോവുക. ദെൻ അടുത്തതാണ് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. പഠിക്കുന്നതിനോടൊപ്പം പിക്ചേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ് ആൻഡ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേം ബേസ്ഡ് ആയിട്ടായിരുന്നു. ദെൻ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബേസ്ഡ് ആയിട്ടും നമ്മൾ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും നമുക്ക് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മെയിൻ ഏരിയാസ് ഇതൊക്കെ തന്നെയാണ്. ദെൻ ബയോറിയാക്ടേഴ്സ് ബേസ്ഡ് ആയിട്ടും പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്ന ഒരു മോഡൽ ആയിരുന്നു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 15+ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് അത്തരത്തിലുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. നമ്മുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം എക്സാമിലേക്ക് ഒരുങ്ങുവാനും പോകുവാനും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The flowers of crocus and tulip shows dash. Then നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് പ്ലാന്റ് മൂവ്മെന്റ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫോട്ടോട്രോഫി, ഫോട്ടോനാസ്റ്റിക് മൂവ്മെന്റ്, തെർമോനാസ്റ്റിക് മൂവ്മെന്റ്, ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ്, നിക്നാസ്റ്റിക് മൂവ്മെന്റ്, ഇതെല്ലാം പല ടൈപ്പ് ഓഫ് പ്ലാന്റ് മൂവ്മെന്റ്സ് ആണ്. സോ നമ്മൾ ഓരോ ടൈപ്പ് പ്ലാന്റ് മൂവ്മെന്റ്സ് പഠിക്കുമ്പോഴും അതിന്റെ എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെക്കണം. എക്സാമ്പിൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇവിടെ ക്രോക്കസിന്റെ കേസിലെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് ഫോട്ടോനാസ്റ്റിക് മൂവ്മെന്റ്. ദെൻ ടൂലിപ്പിന്റെ കേസിൽ ഇത് വരുന്നതാണ് തെർമോനാസ്റ്റിക് മൂവ്മെന്റ്. നോൺ ഡയറക്ഷണൽ ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ടെമ്പറേച്ചർ ചേഞ്ചിനോടുള്ള റെസ്പോൺസിനെയാണ് തെർമോനാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. The flowers of crocus shows photonastic movement and tulip shows thermonastic movement. 2 and 3. Option B ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് വന്നിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസിൽ വരുന്നതാണ്. ദെൻ ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ethanol. Aspergillus niger, Azospirillum, Acetobacter, Saccharomyces cerevisiae. എത്തനോളിന്റെ പ്രൊഡക്ഷൻ ഓർക്കുമ്പോൾ ഓർക്കേണ്ടത് Saccharomyces cerevisiae. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Saccharomyces cerevisiae അഥവാ നമ്മുടെ ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. അടുത്തായിട്ട് നമുക്ക് പെഡഗോജി പാർട്ടിൽ നിന്ന് ചോദിച്ച ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻസിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയും. ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഫസ്റ്റ് വൺ, ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ തവണ അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. ക്വസ്റ്റ്യൻ ഇതാണ്: Dash developed the taxonomy of science education into 5 domains. Answer: McCormack and Yager. McCormack and Yager ആണ് ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഹു ഡെവലപ്ഡ് ദ ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറുകളും കണ്ടിട്ടുള്ളതാണ്. സോ ഇവിടുത്തെ ആൻസർ ഒന്നും കൂടെ ഓർക്കുക. ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ, മക്കോമാർക്ക് ആൻഡ് യാഗർ. അപ്പോൾ ഇപ്പൊ തന്നെ ഈ ഒരു കാര്യം പഠിക്കുക. ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത് മക്കോമാർക്ക് ആൻഡ് യാഗർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Then അടുത്തൊരു ക്വസ്റ്റ്യൻ: Dash is an example for activity aid. ആക്ടിവിറ്റി എയ്ഡ്, പ്രൊജക്റ്റഡ് എയ്ഡ്, ഇതെല്ലാം വരുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് അതർ സപ്പോർട്ട് മെറ്റീരിയൽസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഈ ഒരു ഏരിയയും റിപ്പീറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു ഏരിയ ടീച്ചിങ് എയ്ഡ്സിന്റെ പല ടൈപ്സ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ ആക്ടിവിറ്റി എയ്ഡ്സിന്റെ എക്സാമ്പിൾസ്, പ്രൊജക്റ്റഡ് എയ്ഡ്സിന്റെ എക്സാമ്പിൾസ്, അത് ഓരോന്നും പഠിക്കുക. നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ടെറേനിയം ആണ്. ഓപ്ഷൻ ഡി ടെറേനിയം ആണ് എക്സാമ്പിൾ ആൻസർ ആയിട്ട് വരുന്നത്. ടെറേനിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആക്ടിവിറ്റി എയ്ഡ്. ക്വസ്റ്റ്യൻ മോഡലാണ് ചൂസ് ദ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്കൊരു കണ്ടന്റിനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കറക്റ്റ് ആൻസേഴ്സ് കുറെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയ പ്രോക്യാരിയോട്സിലെ യൂക്യാരിയോട്സിലെ റെപ്ലിക്കേഷൻ ബബിൾസ്, റെപ്ലിക്കേഷൻ ഫോർക്ക് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻസ് നോക്കാം. ഇൻ പ്രോക്യാരിയോട്സ് ദർ ഈസ് എ സിംഗിൾ റെപ്ലിക്കേഷൻ ബബിൾ.
there is a single replication bubble. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ? നമുക്കറിയാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പ്രോക്യാരിയോട്സിൽ ഒരു സിംഗിൾ റെപ്ലിക്കേഷൻ ബബിൾ മാത്രമാണുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻ പ്രോക്യാരിയോട്ടിക് there are two replication bubble. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Then third one, in prokaryotic there are two replication fork in replication bubble. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Then fourth statement, in eukaryotes there are two replication bubbles and two replication fork. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Then in eukaryotic there are several replication bubbles. So ഇത് കറക്റ്റ് ആണ്. So 1, 3 and 5. 1, 3 and 5 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനായിട്ടാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഇൻ ദിസ് പ്രോസസ് ബോത്ത് ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2 ആർ ഫങ്ഷണൽ. എന്താണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ only photosystem 1 is involved. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോട്ടോസിസ്റ്റം 2വില് ഫോട്ടോസിസ്റ്റം 2ഉം ഫോട്ടോസിസ്റ്റം 1ഉം ഇൻവോൾവ് ആയിട്ടുള്ളത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് വേണ്ടതും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. അതൊക്കെയാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നു. ഓക്സിജൻ ഇസ് നോട്ട് ഇൻവോൾവ്. ഓക്സിജൻ ഇസ് നോട്ട് ഇൻവോൾവ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ സംബന്ധിച്ച് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്സിജൻ ഇസ് നോട്ട് ഇവോൾവ്ഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഇൻ cyclic photophosphorylation, but in the case of non-cyclic photophosphorylation oxygen is evolved as a byproduct. So ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ച് വേണ്ടാത്തൊരു സ്റ്റേറ്റ്മെന്റ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കി പോകുന്നത്. ദെൻ cyclic photophosphorylation the system is dominant in green plants. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ബാക്ടീരിയാസിലാണ് കാണപ്പെടുന്നത്. ബാക്ടീരിയാസിലാണ് ഇത് പ്രൊഡോമിനന്റ് ആണ്. ദിസ് പ്രോസസ് ഇസ് പ്രൊഡോമിനന്റ് ഓൺലി ഇൻ ബാക്ടീരിയ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ് ഗ്രീൻ പ്ലാന്റ്സിൽ ഡോമിനന്റ് ആയിട്ടുള്ളത്. ദെൻ അടുത്തതിലേക്ക് പോകാം. ദ പ്രോസസ് ഇസ് നോട്ട് ഇൻഹിബിറ്റഡ് ബൈ DCMU. ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിന്റെ ഈ ഒരു പ്രോസസ്സിനെ DCMU ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലെയും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് ക്ലാസ് 9ലെ ടെക്സ്റ്റ് ബുക്കാണ്. മെയിൻ ആയിട്ട് ക്ലാസ് 9ലെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. കാരണം കേറ്ററ്റ് എക്സാമിലും ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു ഏരിയ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ഫാക്ട്സ് കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിനെ വെച്ച് നോക്കുമ്പോൾ ഓരോ കണ്ടന്റ് നമുക്ക് ചില എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഓരോ ടോപ്പിക്കും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതൽ സിമ്പിൾ ലാംഗ്വേജിലാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻസ് എല്ലാം ടോട്ടലി മാറിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നതെല്ലാം. ദെൻ പുതിയ ഏരിയാസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു കേറ്ററ്റ് എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്കും കൂടി നമ്മുടെ ഒരു ഫോക്കസ് പോകുന്നത് അടുത്ത കേറ്ററ്റ് എക്സാമിലേക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാവാനുള്ള വലിയ സാധ്യതയാണുള്ളത്. പഴയതും പുതിയതുമായ ടെക്സ്റ്റ് ബുക്കുകളിലെ ചില ഏരിയാസ് നമുക്കൊന്ന് നോക്കാം. എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്, നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താന്നുള്ളത്. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ് ആണ് കാണിച്ചിരിക്കുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കേറ്ററ്റ് എക്സാമിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷനോട് കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. സോ പുതിയ ടെക്സ്റ്റ് ബുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിസംബറിലെ എക്സാമിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, ഒരു ഏരിയ നമുക്ക് നോക്കാം. റെസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള
ഒരു പോർഷൻ ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ദെൻ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഏരിയ തന്നിട്ടില്ലായിരുന്നു, സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ. ഇത് നമ്മൾ +2 ലെവലിൽ പഠിച്ചതായിരുന്നു. ഇപ്പോൾ അത് ക്ലാസ് 9ൽ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ കണ്ടന്റുകൾ കയറി വരാൻ തുടങ്ങിയിരിക്കുന്നു ക്ലാസ് 9 ടെക്സ്റ്റ് ബുക്കിൽ. സോ നമ്മൾ പഠിക്കുമ്പോൾ ക്ലാസ് 9 ടെക്സ്റ്റ് ബുക്ക് ഇവിടെയും പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഒക്കെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. സോ ക്ലാസ് 9 പുതിയ റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗപ്പെടുത്തുക. മറ്റൊരു ഏരിയ, ഇങ്ങനെ പുതിയ ഏരിയാസ് ഒക്കെ കയറി വരുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേറ്ററ്റ് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻസിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. കൂടുതൽ പിക്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അടുത്തൊരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ദെൻ അക്കാഡമിയെ കുറിച്ച് നമ്മുടെ കേറ്ററ്റിന്റെ കോച്ചിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അക്കാഡമിയെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്